ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലോത്സവം എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പത്തനംതിട്ട കളക്ടറേറ്റിൽ ചേർന്ന ആലോചനാ യോഗത്തിന് ശേഷമാണ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ജൂലൈ 21-ന് ആരംഭിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ആറന്മുള വള്ളസദ്യയും ഉത്രട്ടാതി ജലോത്സവവും. വള്ളസദ്യ ഉണ്ണാനും ഉത്രട്ടാതി ജലോത്സവം കാണുവാനുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളാണ് എത്തുന്നത്. ഇത്തവണയും ഉത്സവനാളുകളിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത. അതിനാൽ തന്നെ സുരക്ഷ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. സുരക്ഷിതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് മഴ ഇനി ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അതോടൊപ്പം മറ്റ് അപകടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കുക, സുരക്ഷിതമായ ദർശനം, മറ്റ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതോടൊപ്പം സുരക്ഷിതമായ ഭക്ഷണം, വെള്ളം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടി പള്ളിയോട സേവാ സംഘവും പോലീസും സംയുക്തമായി നടത്തും. പോലീസിന്റെ ഭാഗത്തു നിന്ന് SP യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ പോലീസ് ഡിപ്ലോയ്മെന്റ് സംബന്ധിച്ചും, അതോടൊപ്പം പാർക്കിംഗ് സംബന്ധിച്ചിട്ടുള്ള കാര്യവും, അതോടൊപ്പം അപകടങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് പോലീസും പള്ളിയുടെ സേവാ സംഘം കൂടി ആ രീതിയിലുള്ള ഒരു മീറ്റിങ്ങുകളും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം കളക്ടറുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി എല്ലാ വകുപ്പുകളുടെയും കോർഡിനേഷൻ എൻഷുർ ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും. എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെയും പ്രവർത്തനങ്ങളാണ് സർക്കാർ തലത്തിൽ നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 18-ന് ഈ വർഷത്തെ ആറന്മുള വള്ളംകളി നടക്കുക. കലക്ടറേറ്റിൽ നടന്ന ആലോചന യോഗത്തിൽ റാന്നി MLA പ്രമോദ് നാരായണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി P. രാജപ്പൻ, പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV. സാമ്പദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.